ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, എനിക്ക് പനിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പനിയും അതിൻ്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. ഭയങ്കര ക്ഷീണം ബാധിച്ചു, പനി പിടിച്ചപ്പോൾ ഒരാഴ്ചത്തോളം പനിയും ഛർദിയൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ബ്ലഡ് നല്ല കമ്മിയായി, പിന്നെ യൂറിൻ ഇൻഫെക്ഷനായി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മെല്ലെ നമ്മൾ ആ ഒരു വീഡിയോ എന്നൊക്കെ ഒന്നാട് ഒഴിഞ്ഞു മാറി നിന്നതാണ് കേട്ടോ. കാരണം വീഡിയോ ഇടാൻ പോയിട്ട് നീച്ച് നിൽക്കാൻ ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഒരു 1.5 ആഴ്ചയോളം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ വീഡിയോസ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സങ്കടവും ഒക്കെ വരും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ ഇല്ലാതെ ഒരു 2 ആഴ്ചയൊക്കെ ചാനൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണ ആളുകൾക്ക് ആണ് അതിൻ്റെ ഒരു വിഷമമൊക്കെ അറിയുണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ ഇപ്പോൾ ഒരു വീഡിയോ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നമ്മളത് ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കാണ് ആ ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇന്നത്തെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ഒന്നും ആയിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഫോണിലൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഞാൻ തട്ടിപ്പെറുക്കി എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്കാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കൊടുക്കാനും ഒന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല കേട്ടോ. സമയം കിട്ടിയില്ല പറഞ്ഞാൽ വയ്യായും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് കാരണം. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ അത് എടുത്തു വെച്ചതല്ലേ, അങ്ങനെ ഒന്ന് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തിനാ ചാനൽ നമുക്കെന്നാൽ ഇതോടുകൂടിയിട്ട് ഇപ്പോൾ എന്തായാലും 2 ആഴ്ചയായല്ലോ, അപ്പോൾ എന്നാൽ അതോടുകൂടിയിട്ട് തന്നെ ചാനൽ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ട് പറഞ്ഞു, അയ്യോ ഒരിക്കലും നിർത്തരുത് ചാനൽ, ഒന്നില്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോസെങ്കിലും ഇട്ടിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഷോർട്ട് വീഡിയോസൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്നാൽ ശരി എന്നാൽ നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിതിൻ്റെ ഇടയിലൊന്ന് ഇത് നിർത്തി വെച്ചാലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഫോണിൻ്റെ കംപ്ലൈൻറ്റും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വയ്യായും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആകെപ്പാടെ നമുക്ക് തട്ടും മുട്ടും ബഹളമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അത് അവിടെ വെച്ചിട്ടാണ്ട് നിർത്താം. എന്തായാലും ഇപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞില്ലേ, മതി. ഇനിയിപ്പോൾ ഒന്നും നമുക്കിതൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത്രയും നാൾ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയില്ലേ, മതി നിർത്താമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലേ, നമ്മളെന്തിനാ വെറുതെ നിർത്തി പോണത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്ന്. അപ്പോൾ പിന്നെ അങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കണ ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിമാർ പണിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വൈകുന്നേരത്തെ ചായ പലഹാരമൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എന്തായാലും വെറുതെ ഒന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയൊരു മധുരം കമ്മിയുള്ള പഴമാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാവ് പരുവത്തിലാക്കിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിതാ പഴമൊക്കെ എടുത്തിട്ട് അതിൻ്റെ കടയും തലയൊക്കെ കളഞ്ഞതിന് ശേഷം തോലൊക്കെ ചെത്തി മാറ്റിയെന്നാണ് പറയുന്നത്, തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതാ പഴത്തിനെ അങ്ങോട്ട് 4ആക്കി കീറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ മാവൊക്കെ ഇവിടെ ഒരു അരമണിക്കൂർ ഞാൻ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് നമ്മുടെ പഴംപൊരിക്കൊരു അത്യാവശ്യം ഒന്നിങ്ങനെ വീർത്തി വരുള്ളൂ. കാരണം നമ്മളിതിൽ അപ്പം സോഡയും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവൊക്കെ കുറച്ച് നേരം കുഴച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതാ നമ്മൾ 4ആയിട്ടാണ് ഒരു പഴത്തിനെ കീറിയിട്ടുള്ളത്. ആ പഴത്തിൻ്റെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതാ നമ്മുടെ മാവിലേക്ക് മുക്കി 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 എടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാലോ, ഞാൻ എണ്ണയൊക്കെ എടുക്കുന്ന രീതി നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പഴമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നീളത്തിൽ തന്നെ കീറിയിട്ടത് കൊണ്ട് ഇത് ശരിക്കും മുങ്ങുണ്ടായിരുന്നില്ല കേട്ടോ പഴം നമ്മുടെ എണ്ണയിൽ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ അങ്ങനെ മുക്കി കോരി നമ്മുടെ പഴംപൊരിയുടെ മേലെയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് എന്തായാലും സംഭവം ഞാൻ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മറ്റേ ഈ ഓട്ടക്കൈലുണ്ടല്ലോ, നമ്മുടെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വറുത്ത് കോരുന്ന ഒരു കയ്യിലുണ്ടല്ലോ നിറയെ ഓട്ടകളായിട്ടുള്ളത്, ആ ഒരു സംഭവം കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഓട്ടക്കൈലില്ല. അപ്പോൾ ഞാൻ സാധാ നമ്മുടെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇത് എടുക്കണതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓട്ടക്കൈലില്ലെങ്കിൽ അപ്പോൾ എന്താ, പഴംപൊരി കിട്ടിയാൽ പോരെ. നമ്മുടെ ചേച്ചിമാർക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷം, അവർക്കും അതൊരു സന്തോഷമാണല്ലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അത്യാവശ്യം ഇത്തിരി പ്രായമുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് പഴയ എണ്ണയും എന്തെങ്കിലുമൊക്കെ ആവും. അവർക്ക് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര സങ്കടമാവില്ലേ. അപ്പം എന്നാൽ നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, കൊടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ഇപ്പോൾ പലഹാരങ്ങളൊക്കെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി തൊഴിലുറപ്പ് പണിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചക്കക്കൂട്ടാൻ വെച്ച് കൊടുത്തു. പിന്നെ അപ്പോൾ ഒരു ദിവസം നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ, ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം പുഴുങ്ങി കൊടുത്തു. പിന്നെ എന്താ, ഒരു ദിവസം അതുപോലെ പഴംപൊരി ഉണ്ടാക്കി. പിന്നെ ഒരു ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. ഇവരുടെ പിന്നാലെ നടക്കലും തൊടിയിൽ പണിയായതുകൊണ്ട് തന്നെ നമ്മുടെ പൈപ്പൊക്കെ ഇട്ടിട്ട് തൊടി മൊത്തം നനച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഭയങ്കര വയ്യായുള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം ബേക്കറി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ദാ ഇവരിവിടെ അങ്ങനെ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ അടുക്കളയിൽ നമ്മുടെ പരിപാടികൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇടയിൽ ഇവരെ ഒന്നും ഇങ്ങനെ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ വെട്ടിത്തെളിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയിലൊന്നും അല്ല കേട്ടോ നമ്മുടെ തൊടിയുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും തണലുറപ്പാണ്, തൊഴിലുറപ്പിനെ കുറ്റം പറയും, തണലുറപ്പാണെന്ന്. പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മുടെ ചേച്ചിമാർ ചെയ്യണ പണി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പണിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പം നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ കുഴികളൊക്കെ എടുത്തിട്ടുണ്ട്, തെങ്ങും വാഴയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചേച്ചിമാർ പണി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മനസ്സ് നിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം, അതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ സൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മുടെ പഴംപൊരിയൊക്കെ ഞാൻ ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എണ്ണ കുറച്ച് കമ്മിയായിട്ട് ഒഴിച്ചുകൊണ്ട് തന്നെ സംഭവം അതിൽ കറക്റ്റായിട്ട് മുങ്ങുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നീളത്തിൽ ഇട്ടുകൊണ്ടാണ്. എണ്ണ ആവശ്യത്തിനുള്ളത് ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് നീളത്തിൽ കീറിയിട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നാലും നല്ല അടിപൊളിയായിട്ട് ഞാൻ മുക്കി കോരി എല്ലാ പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുത്ത് കട്ടൻ ചായയൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാലൊന്നും വാങ്ങിച്ചിട്ട് വരാനൊന്നും ഇവിടെ ആ നേരത്തൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പഴംപൊരി ഒക്കെ ആയിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് ഞാൻ പലഹാരങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ തൊടിയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊഴിലുറപ്പുകാരെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ചേച്ചിമാരൊക്കെ നന്നായി അധ്വാനിക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ. അവരുടെ ഒരു പണി എടുക്കണ ഒരു സമയമുണ്ട്, അതിനനുസരിച്ചിട്ട് അവർ പണികൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെറുതെ തൊഴിലുറപ്പിനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാർക്കുള്ള പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും ഇതൊക്കെ ഞാനപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊടിയിലെ ബാക്കി കാര്യങ്ങളും അതുപോലെ എൻ്റെ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.